അപ്പൊ നമ്മൾ ഈ മുന്നിൽ വെച്ചിരിക്കുന്നത് എന്താ അറിയോ, മാനാട്ടോ. നമ്മളുള്ളത് ദുബായിലാണ്. അപ്പൊ ദുബായിൽ നിന്ന് നമ്മൾ മാനിനെ നമുക്കൊരു കുക്കിംഗ് ചെയ്യാം. അവിടെ നാട്ടിൽ ഏതായാലും പറ്റൂല. അപ്പൊ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഇന്ന് തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മാസ്റ്റർ പീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഉള്ളത് വിപിൻ ബ്രോ ആണ് കേട്ടോ. വിപിൻ ബ്രോ നമ്മുടെ ചങ്ക് ഫ്രണ്ടാണ്, ഇടുക്കിക്കാരനാണ്. എന്താ ഒന്ന് പറയാല്ലേ, ട്രാവലോസ്കിയാണ്. ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന ട്രാവലോസ്കി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഒരു ഉടമസ്ഥൻ കൂടിയാണ്. നമ്മുടെ ഇവിടെ എല്ലാ വീഡിയോസിലും നിങ്ങൾ പല യൂട്യൂബേഴ്സിനും കണ്ടിട്ടുണ്ടാവും അല്ലേ, അതുപോലെയുള്ള നല്ലൊരു ചങ്ക് ബ്രോ ആണ്. അപ്പോൾ നമ്മളിന്ന് മാൻ കുക്ക് ചെയ്യാൻ പോവാണ്. വിപിൻ ബ്രോ കൂട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ കുറച്ച് ഡ്രോണും കാര്യങ്ങളും ഷോട്ടുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വിപിൻ ബ്രോ ഇതിലുണ്ടാവുന്നത് കേട്ടോ. അപ്പം ട്രാവലോസ്കി എന്ന് പറഞ്ഞൊരു ചാനൽ ഇദ്ദേഹത്തിനുണ്ട്, നമ്മുടെ സുഹൃത്താണ്, സപ്പോർട്ട് തീർക്കാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മാനിൻ്റെ വീഡിയോ ആണ്, മാൻ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് പൊളിച്ചടക്കണം ദുബായിലുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ സംശയം ഉണ്ടാവും ദുബായിലുള്ള ആളുകൾക്ക് എങ്ങനെ ഈ ഒരു മാൻ ഇവിടെ കുക്ക് ചെയ്യാം, അലോഡ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊക്കെയാണ്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ മുഴുവൻ താഴെയല്ല ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യട്ടോ, അല്ലെങ്കിൽ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം. അപ്പൊ വിപിൻ ബ്രോ നമുക്ക് കുക്ക് ചെയ്താലോ? കുക്ക് ചെയ്യാം. മാസ്റ്റർ പീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇദ്ദേഹത്തിന്റെ ചാനൽ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഉണ്ടാവും നമ്മുടെ കുറെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവരുടെ വീഡിയോ സീൻ ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഈ കുക്കിങ്ങിലേക്ക് കിടക്കാം. ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് ഒഴിവാക്കാം, ക്ലീൻ ചെയ്തെടുക്കാം. അതെ അതെ. നന്നായിട്ട് വരച്ചു കൊടുക്കാം അല്ലേ, കൈകണ്ടി വരും കേട്ടോ വരട്ടതിന് ശേഷം. ഇതേപോലെ ബാക്കിയുള്ളവെല്ലാം വരട്ട് കൊടുക്കാം. അപ്പൊ ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഒരു ഭാഗം നമ്മൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കാറ്റാട്ടോ, നല്ല കാറ്റാണ്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്നറിയില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രാവശ്യം ഒന്ന് കൈകി എടുക്കാൻ പോലെ, നന്നായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കൈകി കൊടുക്കാം. ആദ്യം തന്നെ നന്നായിട്ട് കൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ വര ഇട്ടതല്ല, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകി കൊടുക്കാം. ഇടയിൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫൈനൽ ടച്ച് വെള്ളം എടുത്തുതരാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇതിലേക്ക് മസാല കൂട്ടണം. അപ്പൊ നല്ലൊരു അടിപൊളി മസാല കൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടു, പക്ഷേ ഇത് അത്ര എരിവ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിലേക്ക് സാധാ നോർമൽ മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. രണ്ടിൻ്റെയും കളറിൻ്റെ മാറ്റം കണ്ടില്ലേ, മറ്റത് കാര്യമായിട്ട് ഇതിൻ്റെ ആ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം മല്ലിപ്പൊടി, അതെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുവാണ്. കാറ്റാട്ടോ ഇവിടെ. അപ്പം കുരുമുളക് പൊടിയുടെ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടണം, എന്നെങ്കിൽ ആ ഒരു ചെറിയൊരു കുത്തുണ്ടല്ലോ ഒരു നമ്മുടെ സ്പൈസി ആയിട്ടുള്ള, അതിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. മാഗി കട്ട, മാജിക് കട്ട എന്ന് പറയും. ജസ്റ്റ് നമുക്കിതൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താൽ മതി. രണ്ടാമത്തതും ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ദുബായിലാവുമ്പോൾ നമ്മൾ ഒലിവ് ഓയിൽ തന്നെ ഒഴിക്കാം കേട്ടോ. എൻ്റെ കയ്യേ ദുബായിത്തെ മുളകിന് പവർ കൂടുതലുണ്ടോ? ഈ കണ്ണി വീണവർക്കറിയാം ഇപ്പൊ എന്താണ് അവസ്ഥ. വെള്ളം അപ്പോൾ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്നും കൂടി നന്നായിട്ട് പേസ്റ്റായി കിട്ടണം. അപ്പോൾ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാനിലേക്ക് ഇത് തേക്കാൻ പോവാണ്. മസാല റെഡി ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ തേച്ച് തുടങ്ങാണ്. എല്ലാവരും തേച്ച് തുടങ്ങി, എല്ലാവരും കൈമലാക്കട്ടെ, കാരണം ഒന്ന് എരിവൊക്കെ പറ്റുന്നത് നന്നേ. നമ്മുടെ ആ ഒരു മാർക്ക് ചെയ്ത് അവിടെ നന്നായിട്ട് പുരട്ടി കൊടുക്കട്ടോ.
കൂടെ കുറേ ആളുകളുണ്ട് കേട്ടോ, കഴിക്കാനായിട്ട് വരാനായിട്ട് നിൽക്കുന്നവർ. അവരൊക്കെ ഇവിടെ എത്തുന്നുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ശരിയാക്കി എടുക്കാം. ഒരു ഭാഗം ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉൾഭാഗത്ത് കുറച്ച് തേച്ച് കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് കമത്തി പിടിച്ചോളാം, നിങ്ങൾ ഇട്ടോ. സൈഡിലേക്ക് ഓക്കെ. ഈ ഭാഗത്ത് കൂടി തേച്ച് കഴിഞ്ഞാൽ പോവോ മസാല? ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കാം അല്ലേ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ആടുന്നതിനാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരിഞ്ഞ് കെട്ടാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാലൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വലിച്ചിട്ട് കുറച്ചും കൂടെ വലിച്ചു. ഓക്കെ ഗൈസ്, നമ്മൾ കാല് പിടിച്ച് കെട്ടിയിട്ടുണ്ട്. കമ്പിലേക്ക് നമ്മൾ ഓക്കെ ഗൈസ്, നമ്മളിതാ നന്നായിട്ട് വലിച്ചു കെട്ടുന്നുണ്ട്. അപ്പൊ നമ്മള് മാനക്ക് നല്ല മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം 1 മണിക്കൂറെങ്കിലും നിൽക്കണം കേട്ടോ. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ഇത് നന്നായിട്ടൊരു തീയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഗൈസ് ഇതാ സംഭവം ഇവിടെ ഗ്രില്ല് ചെയ്യാനായിട്ട് സംഭവം സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അടിയിലൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്, തകരയുടെ ഷീറ്റാണ്. കാരണം ഇവിടെ കരിയും കാര്യങ്ങളൊന്നും വെക്കേണ്ടത് എഴുതിയിട്ടാണ്. ചൂട് കുറച്ച് കൂടുതൽ കിട്ടും ചെയ്യും. ഇവിടെ ഇല്ലീഗലാണ് ഈ രാജ്യത്ത് മണല് കത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലീഗലായിട്ടുള്ള സംഭവമല്ല. അതുകൊണ്ട് മണലിനെ കേടാക്കരുത്. ഓക്കെ ഗൈസ്, ഓക്കെ. പക്ഷെ മണലിൽ ആക്കി കഴിഞ്ഞാൽ ഫൈൻ അടിക്കും. ഓക്കെ, എന്നാൽ അങ്ങനെ തന്നെ പോട്ടെ. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ഫോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അലുമിനിയം ഫോയിൽ ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഒരു വാഴയുടെ ഇല എടുത്തിട്ടുണ്ട്. വാഴൻ്റെ ഇലയ്ക്ക് ഇവിടെ കിട്ടും കേട്ടോ ദുബായിൽ. അപ്പോൾ വാഴൻ്റെ ഇലയിൽ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അതിന് ശേഷം നമ്മൾ അലുമിനിയം ഫോയിൽ ചെയ്യും. അപ്പോൾ ആ വാഴൻ്റെ ഇല കൊണ്ട് നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം അല്ലേ. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് കമ്പി ഇട്ടിട്ടൊന്ന് കെട്ടി കൊടുക്കാം. കാരണം ഈ അലുമിനിയം ഫോയിൽ അതെ, അലുമിനിയം ഫോയിൽ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഫോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കൊണ്ടുപോകാം. ഏകദേശം ഒരു 3 കോട്ടിംഗ് ഒക്കെ ഉണ്ടാവില്ലേ ഫോയിൽ? 3 കോട്ടിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ വെക്കാൻ പോവാണ്. സംഭവ ഇനി നമ്മൾ 1-2 മണിക്കൂർ ഇത് കത്തിക്കാൻ പോവുകയാണ്. കറക്കാനൊക്കെ ഇവിടെ ഇട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമ്മൾ തുറന്നു നോക്കും. ഓക്കെ ഓക്കെ ഓക്കെ, രണ്ടാമത്തേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് കത്തട്ടെ. ഇനി നമുക്ക് തിരിച്ചു കൊടുക്കാം അല്ലേ. അങ്ങനെ സംഭവം നമ്മുടെ മാന് വന്നിട്ടുണ്ടാവും ഏകദേശമൊക്കെ. ഇപ്പോൾ രാത്രി സമയമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ 7 മണി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റി കെട്ടയച്ചതിന് ശേഷം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാളും അരമണിക്കൂറോടെ വെയിറ്റ് ചെയ്തു. എന്താ പറയുക, ഏകദേശം 3 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടി വെച്ചത് കേട്ടോ. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. എന്താ നമുക്ക് പൊക്കാം.
നമ്മളിത് പൊക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഏതായാലും തുറന്നു നോക്കല്ലേ? നമുക്ക് പൊളിച്ചു നോക്കാം. സംഭവം നല്ല സ്മെല്ലൊക്കെ ഉണ്ടായി നോക്കുമ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ടെന്നാണ് ഒരു അഭിപ്രായം. നല്ല പുകയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ്. ഇടുക്കാറ്റ് സ്മെല്ല്. വെളിച്ചെടുക്കും, ഞാൻ പൊളിച്ചെടുക്കും. എനിക്ക് ആക്രാന്തം കൂടി. വായുടെ എല്ലാവരും എത്തിട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇനി ഇവിടുത്തെ ഈ കമ്പി കൂടെ കട്ട് ചെയ്തേ. ഇവിടെ ചെറിയ കമ്പിയുണ്ട്. ഇതാ ഇവിടെ കമ്പി, ഇവിടെ ഒരു കമ്പിയുണ്ട്. വായല കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെ മാനുഷർ അയവാ അടിപൊളി ഗായ്സ്. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് പൊളിച്ച് കഴിച്ചു നോക്കണം. വിചാരിച്ചേലും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നോക്കി, ഒരു ഇതുണ്ടോ, ഡ്രൈ ഒന്നും ആയിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ. നമ്മൾ അതിന് തന്നെയാണ് ഇതേപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ കാരണം കേട്ടോ. കാരണം കരിഞ്ഞു പോയി, ഹാർഡായിട്ട് ഇതേപോലെ ഗ്രില്ല് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഹാർഡായിട്ട് കടിച്ചാൽ പറ്റാത്ത രീതിയിലാവാറുണ്ട്. അതെ, അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ കാരണം. സംഭവം അതാ, അടിപൊളി മാൻ. അപ്പോൾ ഓക്കെ, നമുക്ക് ഏതായാലും ഇങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഒന്നുമില്ല, നമുക്ക് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് തക്കാളിയൊക്കെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ആ ഫുഡിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിവിടെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇത് അവിടെ കുബൂസ്, അതെ, പ്രവാസികളുടെ ഇഷ്ടഭക്ഷണമാണ്. ഇവിടെ കുറേ ആളുകൾ നമുക്ക് ഇതിനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റ് നോക്കാനായിട്ട് അവരോടൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കാണിച്ചു തരാം. ഇതാ വായൻ്റെ ഇല വിരിച്ചിട്ടുണ്ട്, അതിന് മുകളിൽ കുബൂസ് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളെ മാൻ ഇതിൻ്റെ മുകളിലേക്കാണ് വെച്ച് കൊടുക്കാം. ആ വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. ചരിച്ച് വെക്കണം. ചരിച്ച്. യെസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഒഴിവാക്കാം അല്ലേ? നമുക്ക് ഇതിലേക്ക് നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കട്ടോ. അപ്പോൾ ദാ ഇവർ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. ഡെക്കറേഷൻ തന്നെയാണോ അത്, അതോ ഏറോ? നമ്മള് ചെറിയ സംഭവങ്ങളല്ലേ ചെയ്തിട്ടുള്ളൂ. വലിയ സംഭവം എവിടുന്ന് തുടങ്ങണം എന്നറിയില്ല. വിശപ്പ് കൊണ്ടാണ് അതൊക്കെ. 3 മണിക്കൂർ സമയം എടുത്തല്ലേ? ഓക്കെ, അതിന്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് മാന് ചുരുക്കായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കഴിക്കാം, കഴിച്ചു നോക്കാം ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കട്ടെ. മാനൊക്കെ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അവരുടെ വീഡിയോ ഒക്കെ ഇപ്പൊ കാണിക്കാം. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്താൽ മതിയല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ അതാ ഈ കാലെന്നെ എടുക്കാം. ആ കാല് ഫുള്ളോ? കാല് ഫുള്ള് ഞാൻ തന്നെ കഴിച്ചോട്ടെ, ഉണ്ടോ നോക്കാം. മാനാകുമ്പോൾ കാല് വന്ന് തുറന്നതാണ്. ഞാൻ കഴിച്ചോട്ടെ. ഇതുണ്ടോ? ടൈമാണ്. നല്ല വെന്തിട്ടുണ്ട്. ഇവരൊക്കെ വായിൽ വെള്ളം വരുന്നുണ്ടോ? അപ്പൊ നമ്മള് കറക്റ്റായിട്ട് വെന്തുണ്ട്. കൂട്ടി ആദ്യത്തെ മാൻ തീറ്റിയാണ്. ആദ്യമായിട്ടാണ് മാൻ കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ടു. ഓക്കെ, മാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് കറിയായിരുന്നു അല്ലേ? പക്ഷെ ഇത് അടിപൊളിയാട്ടോ. നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ എന്താ ഫോയിലിൽ പൊതിഞ്ഞുകൊണ്ടായിരിക്കും. ഗ്രില്ലായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ഡ്രൈ ആയി കിട്ടുക. അത് ആ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞ സമയം നീട്ടി പോകുന്നില്ല. കാരണം ഒരു 10-15 ആള് നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പോവാണ് അല്ലേ? അതിനുശേഷം അവരുടെ കൂടെ നമുക്ക് ഇരുന്ന് കഴിക്കാം. അപ്പം നമ്മൾ ഇതാ ഇവിടെ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാക്ക് വിളയിൽ സഹീർ ഭായ് ഉണ്ട്. സഹി, എന്താണ് പാട്? അടിപൊളിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇറച്ചിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കൃഷ്ണേട്ടാ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഓക്കെ, കൃഷ്ണേട്ടൻ മറുപടി. ഫസ്റ്റ് ടൈമാണ് മാനിനെ കഴിക്കുന്നത്. എന്താ പറയുക, ആദ്യം കഴിക്കാനൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരു നമ്മുടെ ബീഫിൻ്റെ ഒക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, ഇർഷാദ് ബ്രോ,
അടിപൊളി. അതെ, അതുപോലെ അടുത്തതായിട്ട് ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇതുവരെ നല്ലൊരു ഇതായിരുന്നു. ഇഷ്ടപ്പെട്ടു. മാന് കഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജോജുവിനെ എല്ലാവർക്കും അറിയാമായിരിക്കും, കഴിഞ്ഞൊരു വീഡിയോയിലുണ്ടായിരുന്നു. സൂപ്പർ അടിപൊളി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു വേവില്ലാന്ന് വിചാരിച്ചത്, പക്ഷെ സംഭവം കിടുവായിട്ടുണ്ട്. ഓക്കെ, വിപിൻ. ഞാൻ മാന് കഴിക്കുന്നില്ലെന്നാണ് തീരുമാനിച്ചത്, പക്ഷെ കഴിച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മസാല എല്ലാം കറക്റ്റ് പിടിച്ചിട്ടുണ്ട്. അടിപൊളി. അടുത്തത് ഇതവിടെ നമ്മുടെ റിനി. സൂപ്പർ ആയിട്ടുണ്ട്, ആദ്യമായിട്ടാണ് മാന കഴിക്കുന്നത്. ഓക്കെ, റിനിയുടെ വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടപ്പെട്ടു. ഓക്കെ, മാന് കഴിച്ച് എല്ല് മാത്രമേ കയ്യിലുള്ളൂ. അപ്പൊ നമ്മളെ കൃഷ്ണേട്ടന്റെ ഭാര്യ അടിപൊളി, ആദ്യമായിട്ട് കഴിക്കണേ. എല്ലാരും ആദ്യമായിട്ടാണല്ലോ, നമ്മൾ വരണ്ടേ ഒന്ന് ഇവിടെ കഴിക്കാനായിട്ട്. അടുത്തത് ആദിൽ. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞില്ല, എന്നാലും പറഞ്ഞോ, ഒരു പ്രാവശ്യം കൂടി പറഞ്ഞോട്ടെ. അടിപൊളിയാണ്. ഞാൻ പിന്നെ എടുത്തൊരു പീസ് പോയി. അപ്പൊ കഴിച്ച് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല റാഹത്തായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, അങ്ങനെ തന്നെ പറയാം. നമ്മളെ വിപിൻ ബ്രോ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യത്തിൽ ഇൻട്രോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ് സംഭവം ഇവിടെ? അതെ, UAE മാന ഇറക്കണമെങ്കിൽ ഉള്ള ഫോർമാലിറ്റീസ് ആണ്. ഇന്ത്യയിൽ നിങ്ങൾ ആരും ശ്രമിക്കണ്ട കേട്ടോ. ഇന്ത്യയിലെ ആളുകൾ ശ്രമിക്കാനും പോകണ്ട, അകത്തായി പോകും. ഓക്കെ, അപ്പോൾ നമ്മളെ UAE എന്തൊക്കെയാണ് നിയമങ്ങൾ, ഇദ്ദേഹമാണ് ഇതൊക്കെ ഓടിയിട്ട് റെഡിയാക്കിയത്. അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ കൂടെ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഇൻക്ലൂഡ് ചെയ്യിച്ചു കേട്ടോ. അപ്പം വിപിൻ, എന്താണ് ഈ ഒരു മാനിന്റെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? ആക്ച്വലി നമ്മൾ ഈ മാനിനെ മേടിക്കുന്നത് നമ്മൾ ഷാർജയില് ബേർഡ്സ് ആൻഡ് ആനിമൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലായിട്ട് അവിടെ ഒരു റെസിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് സാധനം മേടിക്കുക, ആ ബില്ല് എന്തായാലും ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. അവിടുന്ന് സാധനം മേടിക്കുക, അവിടുന്ന് തന്നെ അവർ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. അൽക്കിസൈസ് എന്ന് പറയുന്ന സ്ഥലമാണ് ദുബായിൽ. അൽക്കിസൈസിൽ ഒരു സ്ലോട്ടറിംഗ് സെന്റർ ഉണ്ട്. അവിടെ കൊണ്ടുവരുന്ന ശേഷം അവർ ഒരു ഡോക്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യും എല്ലാം ഓക്കെ ആണെന്ന്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്ത് അവരൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് അതിന്റെ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലീഗലാണ്, നമുക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ നിയമപ്രകാരം അല്ലെങ്കിൽ നമുക്ക് നടപടി നേരിടേണ്ടി വരും. അതെ, നമ്മൾ എന്തെങ്കിലും ഒരു അന്വേഷണ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ആ വേണ്ട ഡോക്യുമെന്റ്, അതായത് ഇൻവോയ്സോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇത് ഓടിച്ചിട്ട് പിടിച്ചത് ഇവിടെ ഈസിലി ആയിട്ട് അവൈലബിൾ ആണ്. ഡെസേർട്ടിനകത്തുള്ള ഒരു സാധനമാണ് ഗസൽ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഗസൽ എന്ന് പറയുന്ന സാധനം ഇവിടെ ഡെസേർട്ടിനകത്ത് ഇഷ്ടംപോലെ റെഡി അവൈലബിൾ ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ അത് ഓടിച്ചിട്ട് പിടിച്ച് അങ്ങനെ കുറെ ക്രൈമും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു റൂൾ ഇവിടെ എത്തിച്ചേക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ കുക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ ദുബായിലാണ്. ദുബായിൽ നിന്ന് ഈ ഒരു മണലും കാര്യങ്ങളൊന്നും പറ്റാതെ തന്നെ നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. രാത്രി കൊണ്ട് കാണിച്ചു തരാൻ വയ്യ കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ കൂടെ കുറേ ആളുകളുണ്ട്, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സംഭവം എന്താ, എല്ലാവരും ഭക്ഷണം കഴിച്ചു, എല്ലാവർക്കും റാത്തല്ലേ? എന്താ, ഈ ഒരു ദുബായിൽ ഇന്ന് ഉച്ച മുതൽ രാത്രി വരെ നല്ലൊരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കിഡിലൻ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നമ്മളെ വിപിൻ്റെ ബ്രോ കൂടെയും അതുപോലെ തന്നെ നമ്മളെല്ലാ ടീംസുണ്ട്, എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം പറയുക. അതുപോലെ തന്നെ വിപിൻ ബ്രോയുടെ ചാനൽ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തെടുക്കുക. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലാത്തവർക്ക് ആ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. വിപിൻ്റെ കൂടെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ പല ഭാഗങ്ങളും വിട്ടുപോയ ഭാഗങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട്. അത് എൻ്റെ സ്ക്രീനിലൊരു സ്ക്രീനായിട്ട് വരുന്നതാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ്. ഇതിനായിട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അതുപോലെ നമ്മുടെ ക്യാമറയുടെ ബാക്കിൽ ഒരാളുണ്ട് കേട്ടോ, ഇർഷാദ് ബ്രോ. അപ്പോ ക്യാമറമാൻ ഇർഷാദിനൊപ്പം ഈ ഒരു ടീം ദുബായിൽ നിന്നും എന്താ സൈനിങ് ഓഫ്. ബൈ.